ഹലോ, സാജിക്കാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ചൂടാണ് എല്ലായിടത്തും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ പെയ്തു, കുഴപ്പമില്ലാത്ത തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ സുഖമുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് കസിൻസ് ആളെല്ലാവരും പാടെ, ഉപ്പാന്റെ ഫാമിലി ആയിട്ട് കസിൻസ് ആളെല്ലാവരും പാടെ കൂടിയിട്ട് കുറച്ചായി ഇടക്കിടക്ക് അവിടെ കൊണ്ട് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ കൂടും. എല്ലാവരും കൂടെ ഒന്ന് രസമായിട്ട് ഒന്ന് പുറത്ത് പോകാറ്. ദൂരക്കല്ല, ടൂറായിട്ടൊന്നല്ല, ടൂറായിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് നമ്മൾ ഊട്ടിക്കൊക്കെ പോയിട്ട്, അതല്ലാതെ ഇൻഷാല്ല പോകണം. അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബീച്ചിക്കോ കോഴിക്കോട്ടേക്കോ അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകാൻ പ്ലാൻ ഇട്ട്. അങ്ങനെ പിന്നെ എല്ലാ കസിൻസാക്കും കുട്ടികൾക്കും സ്കൂൾ പൂട്ടി ലീവാണ്. പിന്നെ പെരുന്നാൾക്ക് കൂടാൻ പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാവരും പാടെ ലീവുള്ള എന്താ പറയാ കോട്ടക്കുന്ന് കൊടുക്കാൻ പോവാച്ചിട്ട് തലേന്ന് പ്ലാൻ ചെയ്ത് പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും പാടെ കോട്ടക്കുന്നൊക്കെ പോകാൻ വേണ്ടി റെഡിയായി. അപ്പൊ രാവിലെ തന്നെ നീച്ചപ്പോ എന്താ പറയാ, ആകെ ഒരു ചെക്കപ്പൊക്കെ ഒരു പെടച്ച് കഴിഞ്ഞിട്ടാ മോളെ നോക്കലും ഫുഡ് എടുക്കലും പിന്നെ ഒക്കെ കൊണ്ടുപോകാനുള്ള കഞ്ഞി ഉണ്ടാക്കലും അതിന്റെ ഇടയിൽ ചായ എടുക്കാനൊക്കെ മറന്നിട്ട് പിന്നെ എന്താ പെട്ടെന്ന് പണികളും കുളിന്തൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ 9:10 ബസ്സിൽ പോവാൻ വിചാരിച്ചിട്ട് എല്ലാവരും റോഡ് വക്കത്തിലുണ്ട്. കുറെ ആൾക്കാർ ഞങ്ങളെല്ലാവരും ഒരേ റൂട്ടിന് തന്നെ പോകണം, ബാക്കിയുള്ളവരൊക്കെ 4 വൈക്കുന്ന വരുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും പാടെ കൂടിയിട്ട് ചമ്മാടെത്താനുണ്ട് പ്ലാനിങ്. അപ്പൊ എന്താ ബസ് പ്ലാനിങ് ഇട്ട ബസ് കിട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചായക്കൊന്നും താല്പര്യമില്ല കേട്ടോ, ഒരു ലെയിമും സമൂസൊക്കെ തിന്നു. അപ്പൊ തന്നെ വെയിറ്റ് ചെയ്തു. അപ്പൊ എല്ലാരും കൂടി പിന്നെന്താ നേരെ ചെമ്മാട്ടുന്ന് മലപ്പുറം ബസ് ഇട്ട കുന്നുമല ഇറങ്ങാനുള്ള പ്ലാനിങ്ങില് എല്ലാവരും കുന്നുമല ഇറങ്ങി. എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ട്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡാണ്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വലത് സൈഡിലാട്ടോ ഞാൻ ഇരുന്നത്. ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുകളിലും ബസ്സിൽ കിടന്ന് ഇറങ്ങി നേരെ കുന്നുമല് ബസ് സ്റ്റാൻഡിൽ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇനിയും എന്റെ ഒരു താത്താന്റെ വീട് മലപ്പുറം. അപ്പൊ ഓളെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോഴേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കയറാം കുന്നുമക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുന്നുമക്ക് കയറി പിന്നെ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ റിസ്ക് ആണല്ലോ. അപ്പൊ തന്നെ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോ തന്നെ 11:30 ആയിക്കുന്നുണ്ട്. പിന്നെ 12 മണിയായപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ തന്നെ ഹോട്ടൽ സ്വാഗതം ഉണ്ട്. അപ്പൊ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് അവിടെ ഫുഡ് കഴിയണം ചോദിച്ചപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കുന്നുമക്ക് കയറാന്നുള്ള പ്ലാനിങ് കേട്ടോ. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ചെത്തി. ഹോട്ടൽ വന്നിട്ട് വെജിറ്റേറിയൻ ആട്ടോ. എന്താ പറയാ, ചോറുണ്ട്, സദ്യ ഉണ്ട്, അതുപോലെ മസാല ദോശ ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാർ മസാല ദോശയാണ് കഴിക്കണത് രാവിലെ ചായക്ക് പകരമായിട്ട്. എനിക്ക് പിന്നെ ഉച്ച നേരമായ നന്നായിട്ട് ചോറ് കിട്ടണം കേട്ടോ. അപ്പൊ ഞാൻ ചോറാ പറഞ്ഞ. ചോറിന് 80 ആട്ടാ, സദ്യക്ക് 130 150 ഒറ്റയാണ്. പക്ഷെ സദ്യ ആകുമ്പോൾ ഒന്നും കൂടി ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചോറ് അടിപൊളി. നമ്മൾ സാധാ കറിയും കൂട്ടാൻ എന്താ പറയുക, പായസം ഉണ്ട്, തൈരുണ്ട്, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ സദ്യ എന്നാ വിചാരിച്ചപ്പോ ഇത് സദ്യയല്ല ചോറാണെന്ന് പറഞ്ഞിട്ട് അടിപൊളി. ഇനി അങ്ങനെ നമ്മൾ ഫാമിലി ഒന്നായിട്ട് കൂടി ഇന്ന് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണല്ലോ. പിന്നെ ഇന്ത്യ ഏട്ടത്തി അപ്പോൾ എത്തിയിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞങ്ങൾ ഓർഡർ ചെയ്തോളി ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് എണീക്കുമ്പോൾ തന്നെ കുറെ ടൈം ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ കഴിക്കൽ തുടങ്ങിയിട്ടാ. പിന്നെന്താ സാമ്പാറുണ്ട്, അവിയലുണ്ട്, പിന്നെ ഒരു നമ്മളെ പച്ചക്കറിന്റെ ചേന അങ്ങനത്തെ ഒരു കൂട്ടാനുണ്ട്, കാബേജ് ഉണ്ട്, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്. നല്ല ചൂട് കൊടുക്കാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഉണക്കമുളകും കൂടി ഉണ്ട്, മുളക് കൊണ്ടാട്ടോ. അതുണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോറാണ് ലിമിറ്റഡ് കഴിഞ്ഞിട്ടോ. പിന്നെന്താ വാഴൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വടിച്ച് കഴിച്ചു. പിന്നെ ലാസ്റ്റ് പായസം, അതൊരു സാധാ പായസമല്ല, എന്തോ നേന്ത്രപ്പായൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു പായസമാണ്. അങ്ങനെ പിന്നെ വരാനുള്ള ഏട്ടത്തിയിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾ ഓല വെയിറ്റ് ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ എണീച്ച് മുഴുവനാവാൻ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് 2 ലൈമൊക്കെ ഓർഡർ ചെയ്തു. നല്ല ചൂടിന് 2 ലൈമൊക്കെ കുടിച്ചപ്പോൾ എന്തോ ഒരു സമാധാനം എന്നറിയാം. പിന്നെ നമുക്ക് നേരെ കുന്നുമക്കാണ് വിട്ടിട്ട് നടന്നു പോണത്. നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അതും ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ 3 ഓട്ടോ വിളിച്ചിട്ട് 3 ഓട്ടോക്കുള്ള ആൾക്കാരുണ്ടായിട്ടോ. ഞങ്ങളെല്ലാവരും കൂടി രസമായിട്ട് ഓട്ടോക്കൊക്കെ വിളിച്ച് പോകുന്നു. പിന്നെ അവിടെ ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറി വരുന്നോട്ട് പാർക്കിംഗ് ഏരിയയിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് വീതം 20 രൂപ വെച്ചിട്ടാണ് അവർ വാങ്ങിക്കണേ. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഞങ്ങൾ നടക്കുക കേട്ടോ. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് വിലടിക്കണ്ടേ. ഞങ്ങളിങ്ങനെ തണല് തപ്പിയിട്ട് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്ന് നല്ലൊരു ഏരിയ ഉണ്ട്. അതിന് ഏത് ഏരിയ സ്റ്റെപ്പ് കയറി വരുന്നോടത്തുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അവിടെ. മരങ്ങളാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് വിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും ഇരുന്ന് വർത്താനം പറച്ചിലായിട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് മയക്കിയെടുക്കണമല്ലോ. പിന്നെ ഏട്ടത്തിയാളെയും കസിൻസാളൊക്കെ കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മൾ നാട്ടിൽ നിന്നേ വന്നപ്പോൾ മിഠായിയും കാര്യങ്ങളൊക്കെ ടൗണിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. ഞങ്ങൾ ചമ്മാട്ടിൽ നിന്ന് വാങ്ങി എല്ലാവരും സാധനങ്ങൾ വാങ്ങി കിട്ടാം. മിഠായി ആയിട്ടും പുളിച്ചാറായിട്ടും ഇതുപോലെ പൊരിപ്പൊരിയായിട്ടും ചോളാപ്പൊരി ഇല്ല അതൊക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ ഇവിടെ മുകളിൽ മെയിൻ ഉദ്ദേശം എന്താ പറയുമ്പോൾ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ തന്നെ കോട്ടക്കുന്നിന്റെ മുകളിൽ ചിലപ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ 10 രൂപേന്റെ സാധനം ചിലപ്പോൾ 25 കൊടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങള് പുറത്തുനിന്ന് നമുക്ക് താഴെ വാങ്ങി വരാൻ വിചാരിച്ചിരുന്നത്. എല്ലാവരും നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എല്ലാ സാധനങ്ങളായിട്ടാണ് വന്നത്.
അങ്ങനെ അവിടെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും കൂടി ബെഞ്ച് ഓരോ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ബെഞ്ച്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എന്താട്ടി ഇരിക്കാൻ ഒരു സ്ഥലം തപ്പി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ കപ്പിൾസാളായിട്ടും ഫാമിലീസായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് എല്ലാവരും കൂടി വട്ടത്തിലിരുന്നിട്ട് എല്ലാവർക്കും മുഖാമുഖം നോക്കിയിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കുത്തിരുന്നിട്ടോ. പിന്നെ കുട്ടീസിനൊക്കെ കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ സമാധാനത്തിൽ അവിടെ ഇരുന്നിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ പിന്നെ നല്ല നാടൻ മാങ്ങ ഉപ്പും മുളക് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട കവറിലിട്ട് അത് നന്നായിട്ട് പെരത്തി വെച്ച് പിന്നെ എല്ലാവരും കൈ ഒരുമിച്ച് പോകുന്നുണ്ടല്ലതേക്ക്. അത് ഞാൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈയിട്ടതാട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് ഒക്കെ കൊണ്ടുവന്നിട്ടോ. പിന്നെ വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ വർത്താനം പറഞ്ഞിലേറെ ഫുഡ് ഇരുന്ന് തിന്നുക, അതാണ് മെയിനായിട്ട്. വീട്ടിലെത്തിയിട്ട് ബാഗ് തുറന്നപ്പോഴും എടുക്കാത്ത കുറേ സാധനങ്ങൾ ബാഗിലിട്ടോ, മുട്ടായാളും പോരും കടികളൊക്കെ ഇട്ടോ. പിന്നെ കുറെ കഴിഞ്ഞാൽ അതൊക്കെ തിന്ന് വർത്താനം പറയും, പിന്നെ ഇരിക്കും. പിന്നെ കുട്ടികളൊക്കെ വിട്ടു കഴിഞ്ഞ് പോയിട്ടോ. എന്താണ് കുട്ടികളവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഊഞ്ഞാല് അതിന്റെ പാട്ട് പോയി. പിന്നെ വലിയവരിരുന്നിട്ട് ചെറ വർത്താനം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നടന്ന മരത്തിലൊക്കെ കയറി. ഇവരെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു തണലുള്ള ഒരു ഏരിയയാണ് അവിടെ കേട്ടോ. പിന്നെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. അങ്ങനെ ഇരുന്നോൽക്ക് എണീക്കാനുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. അങ്ങനെ ഇരുന്നോട്ട് എപ്പോൾ ഇരിക്കാൻ തുടങ്ങിയതായിരുന്നു. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ എല്ലാവരും നീപ്പിച്ചിട്ട് കുട്ടികളെ എന്തോന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾക്ക് റൈഡിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ആ വെയിൽ ഭാഗം അവിടെയൊക്കെ 4 മണിക്ക് ഓപ്പണിംഗ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ടൈം കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഇനി ഭാഗത്തെയും എന്താ പറയുക സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ സൈഡിലിരിക്കണേ. അപ്പോൾ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ സെക്യൂരിറ്റികൾ ഭയങ്കര നോട്ടട്ടോ നമ്മളെട്ടോ. അതായത് വലിയവരെ കയറാൻ സമ്മതിക്കൂല. അവർ പോയി രക്ഷ ഞങ്ങളൊക്കെ കണ്ണിട്ടിച്ച് അതിലൊക്കെ കയറി കഴിഞ്ഞ് നല്ല രസമായിട്ട് കുറേ നേരം 1 മണിക്കൂറിലേറെ ഞങ്ങൾ ഇവിടെ കുട്ടികളൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വന്ന മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ കസിൻസ് ആൾ എപ്പോഴും വീട്ടിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും കൂടുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ കുട്ടികളും കൂടി വിചാരിച്ചിട്ടൊന്ന് ഇടയ്ക്കൊന്ന് പുറത്തു പോകുക. നമ്മളിപ്പോൾ എന്ന് വീട്ടിലെ ജോലി എടുക്കുക കാര്യങ്ങൾ എടുക്കുക, ഇടയ്ക്കൊന്ന് പുറത്തു അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ വെറുതെ രസമായിട്ട് അങ്ങനെ ഇറങ്ങി തന്നെ കേട്ടോ. ഒരു വൈബായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓൾക്കൊരു രസം തന്നെയല്ല. അങ്ങനെ എല്ലാവർക്കും കൂടി രസമായിട്ട് വർത്താനം വരച്ചിട്ട് പോകുന്നത് തന്നെയാണ്. പിന്നെ അവിടെ തന്നെ മിറാക്കിൾ ഗാർഡൻ ഉണ്ട് കേട്ടോ. ഫ്ലവർ ഷോ ഇല്ലേ, അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അതിന് വലിയ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ കാണണ്ടല്ലോ. പിന്നെ നേരെ എന്താ പറയുക റൈഡുള്ളിടത്തേക്ക് പോവാപ്പോൾ മനസ്സിങ്ങനെ പറഞ്ഞിട്ട് നേരെ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് വിട്ട്. പിന്നെ അവിടെ തന്നെ എന്താ പറയുക സിപ്ലൈൻ്റെ മറ്റേ പറന്ന് പോണ സംഭവം ഉണ്ട് കേട്ടോ. കുറേ കാലത്തൊരു പൂതി കേട്ടോ. വയനാടും ഊട്ടിയൊക്കെ പോകുമ്പോഴൊക്കെ പൂതി ഉണ്ടാവും. പക്ഷെ അതിപ്പോൾ കയറാൻ മാത്രമുള്ള ധൈര്യം എപ്പോഴും വരലില്ല കേട്ടോ. അപ്പോൾ എന്നും രണ്ടും മനസ്സിലുറപ്പിച്ചിട്ട് പോവാൻ തന്നെ കേട്ടോ. അതിൽ പോകുന്ന വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈക്കിളിൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തർ അതിമ കയറാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതുമ്മ കൈയിട്ട നോട്ടാ. ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ആവേശമാണ് കേട്ടോ. ടിക്കറ്റൊക്കെ കൈ പിടിച്ച് പിന്നെ ഒരു നല്ല ഹൈറ്റിൽ ഒരു കോണിയൊക്കെ കയറി പോകണം കേട്ടോ സംഭവത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഹൈറ്റ് ഭയങ്കരമായിട്ട് പേടിയുള്ളതാണ്. ടിക്കറ്റ് എടുത്തപ്പോൾ ഭയങ്കര ധൈര്യം. അങ്ങനെ ആ സ്റ്റെപ്പ് മുഴുവനും 4-5 റൗണ്ട് കയറിയപ്പോൾ തന്നെ കയ്യും കാലം കൊണ്ട് വിറച്ചിട്ട് പിന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കാൻ ഭയങ്കര പേടിയിട്ടാ. പിന്നെ ടിക്കറ്റ് ഇനി മാറ്റിയെടുക്കണേ, താഴെ പോയിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ പിന്നെ കയറിയിരുന്ന് അവരിങ്ങനെ ഒക്കെ പറഞ്ഞെന്ന്. അവനെ ഒപ്പിരിക്കുന്ന കസിന് എന്താ പറയുക, അനിയത്തിക്ക് എന്താ പറയാ സൈക്കിൾ ബാലൻസ് ഇല്ലേ, എനിക്കാണ് സൈക്കിൾ ബാലൻസ് ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ട് കൊണ്ട് പറയണേ ഈ പതുക്കെ സ്പീഡ് പോയതിട്ടോ എനിക്കറിയില്ല, അപ്പം ഞാൻ ബാക്കിലായി പോകുന്ന കേട്ടോ. അങ്ങനെ സൈക്കിളോട്ട് അറിയാത്ത അവള് മുന്നിൽ ഒരൊറ്റ പാച്ചില് ഞാൻ പതുക്കെ ഇട്ട് പോകും. അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് അമ്മോ ഞാനങ്ങോട്ട് ഇറങ്ങിട്ടോ. പിന്നെന്താ അവര് പിന്നെ പറഞ്ഞിട്ടോ നമ്മൾ സ്പീഡ് പോയാൽ അത് ഒറ്റ റൗണ്ട് ഉള്ളു, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ലാഭമുണ്ട്. പിന്നെ 200 രൂപയാണല്ലോ ടിക്കറ്റിന്. അപ്പൊ അവര് പറഞ്ഞു പതുക്കെ പോയാൽ മതി, നടുക്കൽ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് ഡാൻസ് കളിക്കണേ, നമുക്ക് കൈ ഇടങ്ങി നമുക്ക് എല്ലാ ആക്ടിവിറ്റീസ് ഫോട്ടോസ് എടുക്കണേ ഒക്കെ നമുക്ക് എടുക്കട്ടോ. പക്ഷെ അതിനുള്ള ധൈര്യം ഒന്നും വരൂല കേട്ടോ. അപ്പൊ അവരും ആദ്യം പറയും പതുക്കെ പോയാലാണ് നമുക്ക് ഒന്നും കൂടി ലാഭം ഉണ്ടാവുള്ളൂ, സ്പീഡ് പോയാൽ ഒറ്റയടിക്ക് തന്നെ അവിടെ എത്തും. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു സംഗതി ഉണ്ട് കേട്ടോ. അപ്പോൾ മുന്നിൽ പോകുമ്പോൾ പേടി ഉണ്ടായിരുന്നു, എന്നാലും മെല്ലെ പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമാധാനം കിട്ടാം. പക്ഷെ എന്താ പറയാ ആ ഒരു പേടി താഴേക്ക് നോക്കണ്ടെന്ന് അവർ പറയും ചെയ്യട്ടോ. പക്ഷെ എന്താ അങ്ങനെ കയറിയപ്പോ എന്താ പറയാ കുറെ ഒരു ധൈര്യം വന്ന മാതിരി തോന്നി. ധൈര്യം വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല പേടിച്ച് നമ്മൾ ബാക്കോട്ട് നിൽക്കുന്ന സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ധൈര്യം വന്ന് നടുക്കലൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ധൈര്യം വന്ന് താഴേക്കൊക്കെ ഒന്ന് നോക്കി. ഉള്ളിൽ പേടി ഉണ്ടെങ്കിൽ പോലും പിന്നെയും മുന്നോട്ടേക്ക് ഇനിയും ഒരുപാട് ഉയരത്തേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഒക്കെ വന്നിട്ട് അതിൽ ലാസ്റ്റോടെ ഇറങ്ങിയപ്പോട്ടോ. പിന്നെ കൂടെ വന്ന എല്ലാവരും ഓരോ വൈക്കട്ട. അതിന്റെ ഇനമോളം ഉറങ്ങി, ഇതിന്റെ ഏട്ടത്തിന്റെ മടിയിലുള്ള ഉറങ്ങട്ടോ. അപ്പൊ അവര് വന്ന സ്ഥലത്ത് തന്നെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ
പിന്നെ കുറേ ആൾ കുട്ടീസിനൊക്കെ റൈഡിലൊക്കെ വേറെ എടുത്താളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഓലായിട്ട് അടിച്ച് വിളിക്കുന്നുണ്ട്. പിന്നെ മറ്റേ 3Dന്റെ ഫിലിമും മറ്റേ എന്തൊക്കെ ഉണ്ടല്ലോ, കുറേ ആൾക്കാർ അത് കാണാൻ പോയിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പെരന്ന് കിടക്കുകയാണ് കേട്ടോ. 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും എന്താ പറയുക ഐസ്ക്രീം എന്ന് അതുപോലെ ഉപ്പിലിട്ട മാങ്ങ അതൊക്കെ വാങ്ങി കുട്ടീസ് ആ പൂതിലുള്ളവർക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക കൊണ്ടുവന്ന മിച്ചർ പാത്രത്തിൽ മിച്ചറൊക്കെ ഉണ്ടായിട്ട്. അപ്പം ഞങ്ങൾ രസമായിട്ട് അങ്ങനെ നടന്നുകൊണ്ട് തിന്നോണ്ട് നടക്കട്ടോ. പിന്നെ കുറേ നേരം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഓരോരുത്തർ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി കേട്ടോ. പിന്നെ മെയിനായിട്ട് വെള്ളത്തിന് ദാഹം, എന്തോ ഒരു ദാഹം. ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും ബോട്ടിൽസ് കരുതിയിട്ടാട്ടോ വന്നത്. പിന്നെ അവിടെ വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടായിനി. അപ്പോൾ അവിടുന്ന് ബോട്ടിലൊക്കെ ഫില്ലാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. അങ്ങനെ എല്ലാവരും സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് പോകുമ്പോൾ കുന്ന് വഴിയാണല്ലോ. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് വഴിയാണ് വന്നത്. പിന്നെ നേരെ മലപ്പുറം ടൗൺ കണ്ടു പോണത്. ബസ് സ്റ്റോപ്പ് തിരഞ്ഞിട്ടാണ് പോണത്. 6 നമുക്ക് അതുകൊണ്ട് റോഡൊക്കെ ക്രോസ് ചെയ്ത് പിന്നെ പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ പരപ്പനങ്ങാടി ബസ് നേരിട്ട് കിട്ടുന്ന ചമ്മാട്ടുക്കുള്ളതായിട്ട് ഞങ്ങൾ കയറിട്ടാ. അതിൽ ഞങ്ങൾ അവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഷവർമ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന പ്ലാൻ ചെയ്തിന് ആദ്യം. പക്ഷെ നമ്മൾ ഒരുപാട് സമയം കുന്നുമ്പിൽ നിന്നതുകൊണ്ട് തന്നെ പിന്നെ ബസ്സും പിന്നെ നമ്മൾ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോകും. ചെമ്മാടുന്ന് ലാസ്റ്റ് ബസ് എത്തുമ്പോൾ ചെമ്മാടെത്തണം അങ്ങനെയൊക്കെ ഇന്നിട്ട്. അപ്പോൾ എന്താ പറയുക മലപ്പുറത്തുനിന്ന് നേരെ ബസ് കയറി. പിന്നെ വേങ്ങര ഇറങ്ങണവർ വേങ്ങര ഇറങ്ങി, മലപ്പുറം ഇറങ്ങണവർ അവിടെ ഇറങ്ങി, ഏട്ടത്തിയർക്ക് അവിടെ ഇറങ്ങി, ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി. എല്ലാവരും ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അവരൊക്കെ വീട്ടിലെത്തിയിട്ടാ. പിന്നെ ചെമ്മാട് ഒരു 6:50 ആയപ്പോഴാണ് എത്തിയിട്ടാ. പിന്നെ ലാസ്റ്റ് പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ച്. അപ്പോഴും ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിസ്ക്കാണ്. അപ്പം നേരെ ഞങ്ങൾ ബസ് കയറി. പിന്നെ ഞങ്ങളെ നാട്ടിൽ കുയിലെത്തിയപ്പോൾ പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടുന്ന് 12 മണിക്ക് ഫുഡ് കഴിച്ചതല്ലേ, നന്നായിട്ട് ചോറുന്നെങ്കിൽ പോലും നമുക്ക് രാത്രിക്കുള്ള വിശപ്പൊക്കെ നല്ലോണം അതിനിട്ട്. പിന്നെ മിഠായി അത് പൊരി കടി മാങ്ങ ഉപ്പിലിട്ട് അങ്ങനെയൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പം നല്ല രാത്രിക്കുള്ള നല്ല വിശപ്പ് നീനിട്ട് എനിക്കൊക്കെ നല്ല വിശന്നീനോ. അപ്പം നേരെ ബ്രോസ്റ്റൊക്കെ വന്നു. കുട്ടീസിനൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുത്തു. പിന്നെന്താ മോക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെന്താ നേരെ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കുന്നിടത്ത് നേരെ വീട്ടിൽ കുറച്ചുള്ളൂ. അപ്പോൾ ഒരു 30 രൂപേൻ്റെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അത്ര. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇനിയും അടുത്ത കൂടാൻ നമുക്കൊരു പൂതി ഔട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഫ്രീ ഉള്ള ഒരു സമയം ഇനി കോഴിക്കോട് ഭാഗത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ടൂറിൻ്റെ ഫാമിലി വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിനെ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടുവെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം കേട്ടോ.